പ്രിയമുള്ളവരെ, ഷാജൻ സ്കറിയായ്ക്ക് നേരെ നടന്ന ആക്രമണത്തെ ന്യായീകരിക്കാൻ വേണ്ടി ന്യായീകരണ തൊഴിലാളികൾ വ്യാപകമായി വ്യത്യസ്തമായിട്ടുള്ള ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മഹാനായ വിൽസൺ ചർച്ചിലിന്റെ ഭാഷയിൽ പറഞ്ഞ എ ലൈസ് ക്യാൻ ട്രാവൽ ഹാഫ് വേ അറൌണ്ട് ദ വേൾഡ് വൈൽ ട്രൂത്ത് ഈസ് സ്റ്റിൽ പുട്ടിംഗ് ഓൺ ഇറ്റ്സ് ഷൂസ് എന്നാണ് പറയുന്നത്. അതായത് ഈ സത്യം എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് ഷൂ ഇട്ട് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് നുണ എന്ന് പറയുന്നത് ലോകത്തിന്റെ പകുതി ഭാഗങ്ങൾ കവർ ചെയ്തിരിക്കും എന്നാണ്. അപ്പൊ ഈ നുണപ്രചരണത്തിലൂടെ ഇത്തരത്തിൽ ഷാജൻ സ്കറിയയെ ആക്രമിച്ചതിനെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ തൊടുപുഴയിൽ ആക്രമിച്ച അതിൽ ഒരാളുടെ എതിരായിട്ട് എന്തോ വാർത്ത ചെയ്തു എന്നുള്ള വ്യാജേനയാണ് ഇത്തരം വരുന്ന പ്രചരണങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ, അല്ലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപവാദ പ്രചരണം നടത്തിയാൽ ആക്രമിക്കുന്നത് ശരിയാണോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് എത്രയോ മോശമായ കഥകൾ കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിച്ചു. കെ കരുണാകരനെതിരെ എത്രയോ മോശമായ കഥകൾ പ്രചരിപ്പിച്ചു. ലതിക സുഭാഷിനെതിരെ എത്ര മോശമായ കഥകൾ പ്രചരിപ്പിച്ചു. അതുപോലെ ഇടുക്കി പൈനാവിലെ ഒരു സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെ, ഹെഡ്മിസ്ട്രസിനെതിരെ എത്ര മോശമായ വാക്കുകളാണ് എം എം മണി ഉപയോഗിച്ചത്. ഇവരൊക്കെ തിരിച്ച് ആക്രമിക്കാനാണ് പോയത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇവരെ ആക്രമിക്കാൻ പോവുകയാണെങ്കിൽ അപ്പം ഒരു നാടെന്ന് പറയുന്നത് ഒരു ലോലെസ് ആയി മാറും. അതുപോലെ തന്നെ നിയമവ്യവസ്ഥ ഇല്ലാത്ത ഒരു രാജ്യമായി മാറും. അപ്പൊ അത്തരത്തിലൊരു സാമൂഹിക ക്രമത്തെ സൃഷ്ടിക്കാനാണോ ഇവരൊക്കെ ശ്രമിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കാം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കേട്ടത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുക. ഇത് ഒരു ന്യായീകരണ തൊഴിലാളിയാണ്. പോയി സെക്കൻഡ്. യൂട്യൂബ് ചാനലിന്റെ ഉടമസ്ഥൻ ഷാജൻ സ്കറിയയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നിന്ന് അടി കിട്ടി. എന്തിനാണ് ഷാജൻ സ്കറിയയ്ക്ക് അടി കിട്ടിയത്? എന്തായാലും ഒരാൾക്ക് അടി കിട്ടിയത് കണ്ട് കേരളക്കരയാകെ ഒരേ ശബ്ദത്തിൽ സന്തോഷം പങ്കുവെക്കുന്ന കാഴ്ച ആദ്യമായിട്ടാണ് കണ്ടത്. സ്വന്തം ആസനത്തിൽ ആല് മുളച്ചാൽ അത് തണലാക്കുക മാത്രമല്ല, മുളച്ച ആലിന്റെ തടി വിറ്റ് പണം ഉണ്ടാക്കാനും ആല് മുളച്ച ആസനം യൂട്യൂബിൽ വാർത്തയാക്കി വരുമാനം ഉണ്ടാക്കാനും മടിയില്ലാത്തവനാണ് ഷാജൻ സ്കറിയ എന്ന് ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കിട്ടിയ അടിയിൽ നിന്നും മുതലെടുപ്പ് നടത്താനാണ് ഷാജൻ സ്കറിയ ശ്രമിക്കുന്നത്. ഇതിനു പിന്നിൽ CPM ആണ്, ഇത് പിണറായി വിജയന്റെ കൊട്ടേഷനാണ് എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഇയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM-നോ പിണറായി വിജയനോ ഒന്നും ഒരു എതിരാളിയായി കാണാൻ മാത്രമുള്ള വലിപ്പമൊന്നും ഈ പറയുന്ന ഷാജൻ സ്കറിയയ്ക്കില്ല. പിന്നെ ഇപ്പോൾ കിട്ടിയ അടിക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥ പറയാം. ആ കഥ കേട്ടതിന് ശേഷം നിങ്ങൾ വിലയിരുത്തുക ഇയാൾ ഈ അടി കൊള്ളാൻ യോഗ്യനായിരുന്നോ എന്ന്. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ വിവാഹത്തിലേക്ക് എത്തിച്ചേർന്നൊരു പ്രണയ സാഫല്യത്തിന്റെ ഏറ്റവും മധുരമുള്ള ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും അവരുടെ ഇടയിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വിഷാദരോഗത്തിന്റെ രൂപത്തിൽ ഒരു അപകടം കടന്നു വരുന്നു. ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളിൽ നിന്ന് തന്റെ ജീവിതത്തിൽ താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ദുഃഖത്തിന്റെയും തകർച്ചയുടെയും ഒരു കാലത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ വീണുപോകുന്നു. ഇങ്ങനെ തീരാ ദുഃഖത്തിന്റെ നടുക്കടലിലേക്ക് എടുത്തെറിയപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു ഇടുത്തി പോലെ ഈ ഷാജൻ സ്കറിയ അവതരിക്കുകയാണ്. എവിടുന്നോ കിട്ടിയ പത്രക്കട്ടിങ്ങിലെ ഒരു മരണവാർത്തയിൽ നിന്നും ഇയാളുടെ യൂട്യൂബ് കാണുന്ന ഞരമ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള എല്ലാ വഷളത്തരങ്ങളും ചേർത്ത്, ഇയാളുടെ സ്വതസിദ്ധമായ മനോവികൃതങ്ങളും ചേർത്ത് ഇയാൾ കഥകൾ ഉണ്ടാക്കി വിളമ്പുന്നു. ഇരു കുടുംബങ്ങൾക്കും ഇല്ലാത്ത പരാതികൾ ഉണ്ടെന്ന് വരുത്താൻ ശ്രമിക്കുന്നു. ഒരു കഥയും നിർത്താതെ വീണ്ടും വീണ്ടും കഥകൾ ഉണ്ടാക്കി ഇയാൾ അതിൽ ആനന്ദം കണ്ടെത്തുന്നു. അങ്ങനെ തകർന്നുപോയൊരു ചെറുപ്പക്കാരന്റെ തലയിൽ ചവിട്ടി അവനെ തകർച്ചയുടെ പടുകുഴിയിലേക്ക് താഴ്ത്തിക്കളയാൻ ആവേശത്തോടുകൂടി ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചെറുപ്പക്കാരനാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ഈ ന്യായീകരണ തൊഴിലാളി പറയുന്നത്. ഞാൻ അതിനാണ് ചോദിച്ചത്, ഈ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകൾക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുന്നതിൽ, ഈ കമ്മ്യൂണിസ്റ്റുകാർ ലോകത്ത് ഇതുപോലെ നുണ പ്രചരിപ്പിക്കുന്നതിൽ ഇവരുടെ അത്രയും മിടുക്കന്മാർ വേറെ ഉണ്ടോ? നിങ്ങളുടെ നാട്ടിലെ ആരെങ്കിലും ഒരാൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യം അവരുടെ കുടുംബത്തിലിരിക്കുന്നവരെ പറ്റി മോശമായി പറയുന്ന സംസ്കാരമാണ് ഇവരുടെ. ഇവരുടെ സ്ത്രീകൾ ഇവരുടെ ഒരു പ്രധാന ഐറ്റമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളെ പറ്റി മോശം പറയുക എന്നുള്ളത് ഇവരുടെ പ്രധാന സ്വഭാവമാണ്. അങ്ങനെ ഈ പ്രചരണം നടത്താത്ത ഏതെങ്കിലും ഒരു മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളുണ്ടോ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. കാണില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കെതിരെ അപവാദ പ്രചരണം നടത്താനും ഈ നുണ പ്രചരിപ്പിക്കുന്നതിലും ഇവർ വളരെ മിടുക്കന്മാരാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നുണപ്രചരണം നടത്താൻ ഏറ്റവും സംഘടിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് ഈ നുണപ്രചരണം വളരെ പെട്ടെന്ന് ഇപ്പം ഈ സത്യം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നുണ നാട്ടിലുടനീളം പ്രചരിപ്പിക്കാൻ അത്തരത്തിലൊരു ന്യായീകരണ തൊഴിലാളിയാണ് ഇദ്ദേഹം കൈരളി ചാനലിൽ നിന്നാണ് ഇത് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയിട്ടുള്ള അപവാദ പ്രചരണങ്ങൾക്കെല്ലാം അവർ തിരിച്ചടി നേടുകയാണെങ്കിൽ ഈ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിലാണ് ഈ തിരിച്ചടി ഉണ്ടാവേണ്ടത്. അങ്ങനെയാണ് ഇവർ പറഞ്ഞത്ര അപവാദ പ്രചരണങ്ങൾ. അതിനാണ് ഞാൻ പറഞ്ഞത്, കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി, ലതിക സുഭാഷ്, അതുപോലെ തന്നെ പൈനാവിലെ ടീച്ചർ, അങ്ങനെ എത്രയോ ആൾക്കെതിരെ എന്തെല്ലാം വൃത്തികേടുകൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ഇവരെ തിരിച്ചടിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, അപ്പം അങ്ങനെ തിരിച്ചടിക്കാനായിരുന്നെങ്കിൽ ഇവിടെ ലോകം തന്നെ ഒരു കലാപഭൂമിയായി മാറുകയില്ലേ, കേരളം തന്നെ ഒരു കലാപഭൂമിയായി മാറുകയില്ലേ. അപ്പൊ ഇവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് കയ്യൂക്കൊള്ളവൻ കാര്യക്കാരനാണ്. അപ്പൊ ഷാജൻ സ്കറിയയെ അടിക്കാൻ കപ്പാസിറ്റി ഉള്ളവൻ ഒരുത്തനുണ്ടെങ്കിൽ അവൻ അടിച്ചത് ന്യായീകരണമായിട്ടാണ് ഇവർ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ യോഗ്യനോട് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. അതായത് ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ജ്യോതി ബാസു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് റൈറ്റേഴ്സ് ബില്ലിംഗിൽ, അതായത് സെക്രട്ടേറിയറ്റിൽ കടന്നു ചെന്നു. ആ സ്ത്രീയുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ മേഖലയിലുള്ള ട്രൈബായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി റേപ്പ് ചെയ്ത ഒരു പെൺകുട്ടിക്കെതിരെ പോലീസ് ഒരു നടപടിയും എടുക്കാത്തതിന്റെ പേരിലായിരുന്നു ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് റൈറ്റേഴ്സ് ബിൽഡിംഗിൽ കയറി ചെന്നത്. ആ റൈറ്റേഴ്സ് ബിൽഡിംഗിൽ കയറി ചെന്ന ആളെ MP ആയിരുന്നു, കൽക്കത്തയിലെ MP ആയിരുന്നു. മമതാ ബാനർജി എന്നാണ് അവരുടെ പേര്. അവരെ എന്ത് ചെയ്യുന്നറിയാമോ, ഈ ജ്യോതി ബാസു എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മുമ്പിലിട്ട് പോലീസുകാരെ കൊണ്ട് അവരുടെ കൈ ചവിട്ടി ഒടിപ്പിച്ചു. ആ വെച്ച് കെട്ടിയ കൈയുമായി അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. നിങ്ങളെ 35 വർഷക്കാലം അവിടെ തുടർന്ന് ഭരണം നടത്തിയിരുന്ന നിങ്ങളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് മാത്രമല്ല, ഇന്ന് ആ പറഞ്ഞ സ്ത്രീയുടെ പടം കാണിച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ റോഡിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആക്രമിക്കുന്നവരുടെ അവസ്ഥ ഇതാന്ന് മനസ്സിലാക്കണം. കാരണം ഈ കള്ളപ്രചരണം നടത്തി ഈ ആളുകളെ ഒത്തിരി കാലം നിങ്ങൾക്ക് കളിപ്പിക്കാൻ പറ്റില്ല, എക്കാലത്തും എല്ലാവരെയും കളിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മമതാ ബാനർജി എന്ന് പറഞ്ഞ സ്ത്രീയുടെ കൈ ചവിട്ടി ഓടിച്ച, അവരെ ആക്ഷേപിച്ച് അവരെ ഇറക്കിവിട്ട് അവരെ ഇന്ന് പടം കാണിച്ചാൽ നിങ്ങൾക്ക് പശ്ചിമബംഗാൾ പേടിച്ചിട്ട് റോഡിൽ നിൽക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ, ഇപ്പൊ കിഴക്കൻ യൂറോപ്പിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാല് കുത്താൻ പറ്റുന്നുണ്ടോ? പോളണ്ട് എന്ന് പറഞ്ഞ ഒരു കാലത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വർഗ്ഗഭൂമിയല്ലായിരുന്നു. ആ സ്വർഗ്ഗഭൂമിയിൽ ഇന്ന് പോളണ്ടിൽ ചെന്നൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പേര് പറഞ്ഞാൽ ഹിറ്റ്ലറെ അവർക്ക് പിന്നെ ബഹുമാനമാണ്. കമ്മ്യൂണിസ്റ്റുകാരെ അവർ അത്രമാത്രം പെറുക്കുന്നുണ്ട്. അറിയാമോ? അതിന്റെ കാരണം ചതിയന്മാരാണെന്ന് അവർക്കറിയാം പോളണ്ടുകാർക്ക്. അതിന്റെ കാരണം ഫോറസ്റ്റ് ഗേറ്റ് മർഡർ എന്ന് പറഞ്ഞ സംഭവം നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഹിറ്റ്ലർ നേരിട്ട് ആക്രമിച്ചത്. ഹിറ്റ്ലർ നിങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠനാണെന്നറിയോ, എത്രയോ മര്യാദക്കാരനാണെന്നറിയോ. കാരണം നിങ്ങളെക്കാൾ നന്മയുള്ളവരാണ്. അയാൾ എപ്പോഴും ആക്രമിക്കുന്ന ശത്രുവിന്റെ നേരെ നോക്കിയാൽ നിങ്ങൾ ചതിയന്മാരാണ്. അതായത് ഈ പറയുന്ന സ്റ്റാലിൻ ഹിറ്റ്ലറുടെ ഇൻവേഷൻ പോളണ്ടിൽ ഉണ്ടായപ്പം പോളിഷ് സൈന്യത്തെ ഹിറ്റ്ലർ കയറി യുദ്ധം ചെയ്ത പോളിഷ് സൈന്യത്തെ അവരുടെ പക്ഷം ചേർന്നു എന്ന് വരുത്തി വെച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുപോയി ഫോറസ്റ്റ് ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കൊന്ന സ്ഥലമാണ് ഈ ഫോറസ്റ്റ് ഗേറ്റ് മർഡർ എന്ന് പറഞ്ഞത്. അത് സ്റ്റാലിനാണ് ചെയ്തതെന്ന് പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ തെളിഞ്ഞു. എന്റെ കാരണം എന്താ പറയുക, ഹിറ്റ്ലർ കയറി ജനരോഷം ഉണ്ടാക്കാൻ വേണ്ടി ഈ പോളണ്ടുകാരുടെ സൈഡിൽ നിന്ന റഷ്യൻ സൈന്യം അവരെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം ഈ പോളണ്ടുകാരെ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പോളണ്ടിലേക്ക് നീ ചെല്ലാൻ പറ്റത്തില്ല. നിങ്ങളുടെ കൊടി കിഴക്കൻ യൂറോപ്പിൽ മുഴുവൻ സഞ്ചരിച്ച ഒരാളാണ്. യൂറോപ്പിൽ മിക്കവാറും രാജ്യങ്ങൾ സന്ദർശിച്ചത്. നിങ്ങളുടെ കൊടി ആകെ കണ്ടത് എവിടെയാണെന്നറിയോ? അവിടെ ബെർലിൻ വാളില് നിങ്ങളുടെ ഒരു കൊടി പതിപ്പിച്ചു വെച്ചേക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവിടെ ജർമ്മനി ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ അന്ന് അവിടുത്തെ കിഴക്കൻ ജർമ്മനിയുടെ പാർലമെന്റിന്റെ മുകളിലുണ്ടായിരുന്ന കൊടി ഇറക്കി കെട്ടി വെച്ചേക്കുന്നത്. അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഭരിച്ച സ്ഥലങ്ങളിലെല്ലാം സ്ഥിതി. ഇന്ന് നിങ്ങൾ ഭരിച്ച സ്ഥലങ്ങളിൽ പല സ്ഥലത്തും നിങ്ങൾക്ക് തിരിച്ചു ചെല്ലാൻ പറ്റത്തില്ല. തിരിച്ചു ചെന്നാൽ നിങ്ങളെ ആക്രമിക്കും. അതിന്റെ കാരണം ഇത്തരം കള്ളപ്രചരണങ്ങളിലൂടെ ആളുകളെ തട്ടിക്കുകയും വെട്ടിക്കുകയും ചെയ്തുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഹൈഗേറ്റ് സെമിട്രിയിലെ മാർസിന്റെ സ്റ്റാച്യുവിന് അവിടെ എല്ലാ വർഷവും നിലനിൽക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ കാരണം എന്താ അറിയോ? അവിടെ കൊണ്ട് കരിയോൽ ഒഴിക്കുക, അവത്തിൽ എഴുതി വെക്കുക, യു ആർ ദ മാസ് മർഡർ എന്ന് എഴുതി വെക്കുക. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ നിങ്ങൾ ഈ കള്ളപ്രചരണം നടത്തുന്നത് അവസാനിപ്പിക്കുക. ഇത് ഷാജൻ ഒരാൾക്കെതിരെ ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് പറയാനുള്ള ഒരു ജനാധിപത്യ ക്രമത്തിൽ അയാൾക്ക് ഒരു സംഭവത്തെ സംബന്ധിച്ച് ഒരു പത്രപ്രവർത്തനം എന്നുള്ള അയാൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ ആ തെറ്റാണെന്ന് നിങ്ങൾ ബദൽ പ്രചരണത്തിലൂടെ ആളുകൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരാളെ തല്ലുക എന്നുള്ളതല്ല. നിങ്ങൾക്കിപ്പം തല്ലാനും കൊല്ലാനും കഴിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ചന്ദ്രശേഖരൻ പറഞ്ഞാണ് ശരി. ചന്ദ്രശേഖരനെ കൊല്ലുന്നതിന് മുമ്പ് ചന്ദ്രശേഖരൻ പറഞ്ഞു, ഈ പാർട്ടി തീരുമാനിച്ചാൽ എനിക്ക് പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓരോരുത്തരെയും, ഞാൻ ഉൾപ്പെടെ ആളുകളെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും.
പക്ഷേ മഹാനായ ഏണസ്റ്റ് ഹെമിംഗ്വേ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് കനോട്ട് ബി ഡിഫീറ്റഡ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തന്നെ നിങ്ങളോട് പറയുന്നു, ഇതൊന്നും ഭയപ്പെട്ട് നിങ്ങൾക്കെതിരെ ഒന്നും പറയാതിരിക്കില്ല. ഷാജൻ സ്കറിയയെ ആക്രമിച്ചതിന് നിങ്ങൾക്ക് ഒരു ന്യായീകരണവുമില്ല. ഷാജൻ സ്കറിയയെ നിങ്ങൾ നിയമാനുസരണമാണ് നേരിടേണ്ടത്. അയാൾക്കെതിരെ എത്രയോ കേസുകൾ കൊടുത്തിട്ടുണ്ട്. അയാളെ എവിടെയൊക്കെ ഇട്ട് പൂട്ടാൻ നിങ്ങൾ ശ്രമിച്ചു, അതൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ നിങ്ങൾ അതിനുശേഷം അയാളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. ഫിസിക്കലി അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നതാണ് ഇന്ന് പശ്ചിമ ബംഗാളിൽ കാണുന്നത്, ഇന്ന് കിഴക്കൻ യൂറോപ്പിൽ കാണുന്നത്, ഇന്ന് റഷ്യയിൽ കാണുന്നത്. ഇവിടെയെല്ലാം നിങ്ങൾ ഭരിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഇന്ന് തല ഉയർത്തി നടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ തലയിൽ തോർത്തിട്ട് നടന്നാൽ പോലും നിങ്ങളെ ആളുകൾ ഓടിച്ചിട്ട് അടിച്ചു കൊല്ലുന്ന സ്ഥിതിയാണ്. കാരണം ഇത്തരം കള്ളപ്രചരണങ്ങൾ. മനസ്സിലായോ? ഷാജൻ സ്കറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ നിങ്ങൾ കൃത്യമായി നിയമപരമായി പോരാടണം. അല്ലെങ്കിൽ ആ തെറ്റിനെതിരെ നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള പ്രചരണം നടത്താം. അല്ലാതെ അയാളെ ഇത്തരത്തിൽ ആക്രമിക്കുക, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് കാലം മുമ്പോട്ട് കൊണ്ടല്ല. ഷാജൻ സ്കറിയ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. അതിന്റെ കാരണം നിങ്ങളെ ഈ നാട്ടിൽ കേരളത്തിൽ നിന്ന് അടിച്ചുപിടിക്കും. ഇന്നിപ്പം ഒരു കാലത്ത് ഈ പാർട്ടി എവിടെയായിരുന്നു ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും പാർട്ടിയുടെ സ്ഥലം ബീഹാറാണ്. രണ്ടാമത് നിങ്ങളുണ്ടായ സ്ഥലം ആന്ധ്രയാണ്. തമിഴ്നാട്ടിൽ നിങ്ങൾ ശക്തമായിരുന്നു. അതുപോലെ പല സ്ഥലങ്ങളിലും നിങ്ങൾ ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. ഇന്ന് ആ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ഇന്ത്യയിലെ പ്രതിപക്ഷമായിരുന്നു നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ. എവിടെയാണ് നിങ്ങളുടെ സ്ഥിതി ഇന്ന്? ഇന്ന് പാർലമെന്റിൽ നിങ്ങൾക്കുള്ള സീറ്റ് എത്രയാണ്? അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കാലം അങ്ങ് കിഴക്കുന്ന് പടിഞ്ഞാറേട്ട് ചവിട്ടിക്കൊണ്ടുവന്ന് ഇവിടെ അറബിക്കടലിൽ കൊണ്ട് താഴ്ത്താൻ ഇനി കേരളത്തിൽ നിന്ന് ശകലമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെല്ലാം നിങ്ങളെ കണക്ക് പറഞ്ഞ് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. അതാണ് ബംഗാളിൽ കണ്ടത്. അത് കേരളത്തിലും അതിവിദൂര ഭാവിയിൽ സംഭവിക്കും. അതിന്റെ തെളിവാണ് നിങ്ങൾ ഈ പറഞ്ഞ ഷാജൻ സ്കറിയയെ പോലെ ഇങ്ങനെ ആക്രമിക്കുക. നിങ്ങൾക്കെതിരെ പറയുന്നത് നിങ്ങൾ ഹിറ്റ്ലറിന്റെ മന്ത്രിയായിരുന്ന ഗീബൽസിനേക്കാളും വൃത്തികെട്ടവന്മാരാണ്. കാരണം ഗീബൽസിന്റെ കള്ളപ്രചരണത്തെക്കാളും കള്ളപ്രചരണം നടത്താൻ കഴിയുന്നവരാണ് നിങ്ങൾ ഹിറ്റ്ലർക്ക് സംഭവിച്ചാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഹിറ്റ്ലറുടെ ഫാസിസത്തെക്കാൾ ഭീകരമായ ഫാസിസമാണ് നിങ്ങളുടെ. ഹിറ്റ്ലറുടെ ഫാസിസത്തിന് 1933 മുതൽ 45 വരെയുള്ള ചരിത്രമുള്ളൂ. നിങ്ങളുടെ ഫാസിസം 70 വർഷക്കാലം സോവിയറ്റിനുള്ളിലുണ്ടായിരുന്നു. അപ്പൊ ഈ ഫാസിസത്തെ അടിച്ചമർത്തുന്ന എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് തലപൊക്കാൻ കഴിയാതെ വരുന്നതാണ്. ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് നടപടി ഏതെങ്കിലും പത്രപ്രവർത്തകനെതിരെയോ ഏതെങ്കിലും പ്രചരണം നടത്തുന്നതിനെതിരെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര കാലം അതിജീവിക്കാൻ കഴിയും? ഒരു ജനറേഷൻ 2 ജനറേഷൻ നിങ്ങൾക്ക് കൊന്നു തീർക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങളെ കാലം കൊന്നൊടുക്കുക തന്നെ ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം വരുന്ന പരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. കാരണം ഷാജൻ സ്കറിയ എന്ന് പറയുന്നത് വിശുദ്ധനാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഷാജൻ സ്കറിയെ വിമർശിച്ച് വീഡിയോ ഇട്ടിട്ടുള്ള ആളാണ്. പക്ഷേ ഷാജൻ സ്കറിയയ്ക്കും അന്നല്ല ലോകത്താർക്കും വോൾട്ടയർ പറഞ്ഞ പോലെ ഞാൻ നിന്റെ അഭിപ്രായത്തിൽ യോജിക്കുന്നില്ല, പക്ഷേ നിന്റെ ഈ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ നിലനിൽക്കുമെന്ന് പറഞ്ഞ വോൾട്ടയറുടെ ആ വാക്കുകളാണ് യഥാർത്ഥത്തിൽ പ്രസക്തമായത്. കാരണം ആധുനിക ജനാധിപത്യ ലോകത്ത് പത്രസ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് പറഞ്ഞ ആ വാക്കാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അതുകൊണ്ട് ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞ മനുഷ്യന് ഇവിടെ ഒരു പ്രവർത്തനം നടത്താനുള്ള അവകാശമുണ്ട്. അയാളുടെ അവകാശം നിങ്ങൾ ചവിട്ടി മതിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചുപേരെ കൊന്നൊടുക്കാൻ പറ്റും. അതല്ലാതെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കമ്മ്യൂണിസം ലോകം മുഴുവൻ ഭരിച്ചേനെ. കമ്മ്യൂണിസം ഇന്ന് ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് പോയി. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സിസ്റ്റൻസ് ഇന്ന് ലോകത്തില്ല. ചൈന എന്ന് പറയുന്നൊരു രാഷ്ട്രം നിലനിൽക്കുന്നു പറഞ്ഞത് കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയുടെ കാലവും ഒരു ഘട്ടം കഴിയുമ്പോൾ അതും അവസാനിക്കും. തിയാനൻമെൻ സ്ക്വയർ ഒക്കെ നിങ്ങൾ മറന്നുപോകരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യൻ അവന്റെ സ്വാതന്ത്ര്യത്തെ ചവിട്ടി മതിച്ചുകൊണ്ട് അവന്റെ സ്വാതന്ത്ര്യത്തെ ചവിട്ടി മതിക്കുന്ന ഒന്നിനെയും ഒരു ലോകം ഉള്ളിടത്തോളം കാലം നിലനിർത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെയും ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് പോകും. ഇത്തരം ഫാസിസ്റ്റുകളെ ജനങ്ങൾ ചവിട്ടുകൊട്ടയിലിട്ട് ഒരു ഫാസിസ്റ്റിന്റെ അവസാനം നിങ്ങൾക്കറിയോ? മുസോളിനി എന്ന് പറഞ്ഞ ആളെ തെരുവിൽ കെട്ടിത്തൂക്കി ആൾ അടിച്ചുകൊല്ലുകയത്, തെരുവിൽ കെട്ടിത്തൂക്കി അടിച്ചുകൊല്ലുകയത്. അതിന്റെ കാരണം എന്താ? ഫാസിസ്റ്റെ അത്രമാത്രം ജനങ്ങൾ ഒരു ഘട്ടം കഴിയുമ്പോൾ എതിർത്ത് തോൽപ്പിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഫാസിസ്റ്റ് സമൂഹമാണ്. ആ ഫാസിസ്റ്റ് സമൂഹത്തെ ഉൽപ്പന്നമാണ് ഇപ്പൊ ഈ കണ്ട ഈ ഷാജിന് നേരെയുള്ള ആക്രമണം. ഇത്തരം ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിനും പത്രസ്വാതന്ത്ര്യത്തിനും മതേതരത്തിനും മനുഷ്യത്തിനും എതിരാണ്. അതുകൊണ്ട് തന്നെ കാലം നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നാളെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ കൊന്നൊടുക്കിയ സ്ഥലത്ത് കണ്ടോ? കാസർഗോഡ് ആരാ ജയിച്ചത്? നിങ്ങൾ കൊന്നതല്ലേ? അതുപോലെ തന്നെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റാത്ത സ്ഥലത്തല്ലേ ഷാബി ജയിച്ചത്? അപ്പൊ അതുകൊണ്ട് ഈ കൊലപാതകം നടത്തിയ ചന്ദ്രശേഖരന്റെ ഭാര്യ എന്ന MLA അല്ലേ ജനാധിപത്യം നിങ്ങൾക്ക് നേരെ ഈ തരത്തിലാണ് നിങ്ങളെ വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഗുണ്ടായിസം എന്ന് പറയുന്നത് അത് കാലഘട്ടം നിങ്ങളെ ചവിറ്റുകൊട്ടയിലേക്ക് തന്നെ വിടും. ഷാജൻ സ്കറിയയ്ക്ക് നേരെ ഇനി ഇത്തരത്തിലുള്ള ഈ കള്ളപ്രചരണങ്ങൾ നടത്തുന്ന പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അയാൾക്ക് അയാളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയതല്ല ഇന്ത്യയുടെയോ ലോകത്തിന്റെയോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് മനുഷ്യ സമൂഹം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നന്ദി. ടോം ജോസ്.